നമസ്കാരം. എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വനിതാ കമ്മീഷൻ നിയമങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും മറ്റ് അധികാരികളുടെയും ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ്. വർഷങ്ങളായി രാജ്യത്തെ സ്ത്രീകളുടെ ക്ഷേമത്തിനായി ഗവൺമെൻറ് നിരവധി കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുന്നതിനുമായി ദേശീയ തലത്തിൽ ഒരു കമ്മീഷൻ ഉണ്ടാകണമെന്ന ആവശ്യത്തിനെ തുടർന്ന് നിലവിൽ വന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1919 അഥവാ ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് കേരള വിമൻസ് കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത്. ഇനി നമുക്ക് 1990 നിലവിൽ വന്ന ദേശീയ വനിതാ കമ്മീഷൻ നിയമം എന്താണെന്ന് നോക്കാം. പരാതികൾ പരിഹരിക്കുന്നതിനും സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സ്ത്രീകൾക്കായി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ സ്ത്രീകളുടെ നില സംബന്ധിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. വനിതകൾക്കായുള്ള ദേശീയ വീക്ഷണ പദ്ധതി ഉൾപ്പെടെയുള്ള കമ്മിറ്റികളും കമ്മീഷനുകളും പദ്ധതികളും സ്ത്രീകൾക്കായി ഒരു അപ്പെക്സ് ബോഡി രൂപീകരിക്കേണ്ടതിന് ആവശ്യകത ചൂണ്ടിക്കാട്ടി. 1990കളിൽ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്മീഷന്റെ ഘടന, പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ മുതലായവ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, NGOകൾ, സാമൂഹിക പ്രവർത്തകർ, വിദഗ്ധർ എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1990 മേയിൽ ഒരു ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1990 ജൂലൈയിൽ ബില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി മാനവ വിഭവശേഷി മന്ത്രാലയം ഒരു ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. 1990 ഓഗസ്റ്റിൽ സർക്കാർ നിരവധി ഭേദഗതികൾ ഇതിൽ കൊണ്ടുവരികയും കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരം നൽകുന്നതുമടക്കമുള്ള പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായ ബില്ലിന് 1990 ഓഗസ്റ്റ് 30 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. 1990 20-ാം നമ്പർ ആക്ട് നിയമം നിലവിൽ വന്നു. നിയമത്തിൽ 5 അധ്യായങ്ങളിലായി 17 വകുപ്പുകളാണ് ഉള്ളത്. നിയമത്തിലെ 2-ാം അധ്യായത്തിലെ 3 മുതൽ 9 വരെയുള്ള വകുപ്പുകൾ സ്ത്രീകൾക്കു വേണ്ടിയുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ചും 3-ാം അധ്യായം കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും 4-ാം അധ്യായം ധനകാര്യവും അക്കൗണ്ടുകളും ഓഡിറ്റും സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 3-ാം വകുപ്പാണ് സ്ത്രീകൾക്കു വേണ്ടിയുള്ള ദേശീയ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ നിയമത്തിന് കീഴിൽ അതിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനുമായാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള ചെയർപേഴ്സൺ നിയമം, നിയമനിർമ്മാണം, ട്രേഡ് യൂണിയനിസം എന്നിവയടക്കമുള്ള മേഖലകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 5 അംഗങ്ങൾ എന്നിവർ അടങ്ങിയതാണ് കമ്മീഷൻ. ഇതിൽ ചുരുങ്ങിയത് 1 അംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളിൽ നിന്നുള്ളവർ ആയിരിക്കണം. മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, സോഷ്യോളജിക്കൽ മൂവ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയെയോ കേന്ദ്ര ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് എന്നിവയിൽ ഉചിതമായ പരിചയമുള്ള വ്യക്തിയെയോ കേന്ദ്ര ഗവൺമെന്റിന് മെമ്പർ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യാം. നിയമത്തിലെ 4-ാം വകുപ്പ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയും സേവന വേതന വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. 3 വർഷത്തിൽ കവിയാത്ത കാലമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി. ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്ത് മുഖേന ഏത് സമയത്തും ഔദ്യോഗിക സ്ഥാനം രാജിവെക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ സദാചാര ദുർനടപ്പ് ഉൾപ്പെടുന്ന കുറ്റം ചെയ്യുന്നതിന് കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷിക്കപ്പെടുകയോ നിർധനനായി പ്രഖ്യാപിക്കുകയോ മാനസികമായി സമനില തെറ്റിയെന്ന് കോടതി പ്രഖ്യാപിക്കുകയോ
കമ്മീഷനിൽ നിന്നും അനുമതിയില്ലാതെ തുടർച്ചയായ 3 യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുകയോ മറ്റോ ചെയ്യുന്ന വ്യക്തികളെ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷന് കീഴിൽ പ്രധാനമായും 13 സെല്ലുകളാണ് ഉള്ളത്. കംപ്ലയിൻറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സെൽ, ലീഗൽ സെൽ, പോളിസി മോണിറ്ററിംഗ് ആൻഡ് റിസർച്ച് സെൽ, നോർത്ത് ഈസ്റ്റ് സെൽ, നോൺ റെസിഡന്റ് ഇന്ത്യൻസ് സെൽ, സൈക്കാട്രിക് ഓർ കസ്റ്റോഡിയൽ ഹോംസ് റിസോഴ്സ് സെൽ, കപ്പാസിറ്റി ബിൽഡിംഗ് സെൽ, വിമൻ സേഫ്റ്റി സെൽ, വിമൻ വെൽഫെയർ സെൽ, RTI സെൽ, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് സെൽ, മീഡിയ മാനേജ്മെൻറ്റ് അടക്കമുള്ള പബ്ലിക് റിലേഷൻസ്, സുവോ മോട്ടു സെൽ എന്നിവയാണവ. ഇനി നമുക്ക് കമ്മീഷൻ്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമത്തിലെ 10ാം വകുപ്പാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ വകുപ്പിൽ A മുതൽ N വരെ സബ് സെക്ഷനിലായി 14 കടമകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ കടമകൾ ഇവയാണ്. ഭരണഘടനയിലും മറ്റും നിയമങ്ങളിലും സ്ത്രീയുടെ സംരക്ഷണത്തിനായി പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പരിശോധിച്ച് അന്വേഷണം നടത്തുകയും ഇത്തരം അന്വേഷണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക. സ്ത്രീകളുടെ സാഹചര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നൽകുക. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെയും മറ്റു നിയമങ്ങളിലെയും വകുപ്പുകൾ കാലാകാലങ്ങളിൽ പുനഃപരിശോധന നടത്തി ഏതെങ്കിലും പഴുതുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ആവശ്യമായ ഭേദഗതികൾ വരുത്തുക. സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനം, സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിൽ വരാതിരിക്കൽ, സ്ത്രീകൾക്ക് ആശ്വാസവും സംരക്ഷണവും നൽകുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കാതിരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് സ്വമേധയാ ഉചിത നടപടിക്കായി അധികാര സ്ഥാനങ്ങളുടെ മുൻപാകെ എത്തിക്കുക. വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി ഗവേഷണം നടത്തുകയും അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുത്ത് ഉപദേശങ്ങൾ നൽകുക. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കീഴിലുള്ള സ്ത്രീകളുടെ ഉന്നമന പ്രവർത്തനങ്ങളുടെ വളർച്ചയെക്കുറിച്ച് വിലയിരുത്തുക. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കേസ് നടത്താനുള്ള ധനസഹായം നൽകുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരിന് കാലാകാലങ്ങളിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്യുന്നത് ഏതെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചാണോ അവയെക്കുറിച്ചും ആനുകാലിക റിപ്പോർട്ടുകൾ സർക്കാരിന് നൽകുക. ജയിലിലോ റിമാൻഡ് ഹോമോ, സ്ത്രീകളെ തടവുകാരായോ മറ്റു വിധത്തിലോ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളോ പരിശോധിപ്പിക്കുകയോ ചെയ്യുകയും ആവശ്യമെന്ന് കണ്ടാൽ പരിഹാര നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ഇനി മറ്റു പ്രധാന വകുപ്പുകൾ ഏതാണെന്ന് നോക്കാം. നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമെന്ന് തോന്നുന്ന തുക ഗ്രാൻഡായി കേന്ദ്ര സർക്കാരിന് നൽകാവുന്നതും ഇപ്രകാരം ഗ്രാൻഡായി കിട്ടുന്ന തുക അനുയോജ്യമായ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാവുന്നതുമാണ്. നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം കമ്മീഷൻ ഉചിതമായ അക്കൗണ്ടുകളും പ്രസക്തമായ മറ്റ് റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടതും ഭാരതത്തിൻ്റെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ആലോചിച്ച് കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുന്ന ഫോമിൽ അക്കൗണ്ടുകളുടെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതുമാണ്. കമ്മീഷൻ എല്ലാ സാമ്പത്തിക വർഷവും അതിൻ്റെ തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷത്തിലെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ കാണിക്കുന്ന ഒരു വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് നിയമത്തിലെ 13ാം വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാരിന് അയച്ചു നൽകേണ്ടതാണ്. നിയമത്തിലെ 16ാം വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ സ്ത്രീകളെ സംബന്ധിച്ചുള്ള നയപരമായ മുഖ്യ വിഷയങ്ങളിലെല്ലാം കമ്മീഷനുമായി കൂടിയാലോചന നടത്തേണ്ടതാണ്. ഇനി കേരള വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് അനുസൃതമായി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ 1990 തയ്യാറാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. അന്നത്തെ സാമൂഹിക ക്ഷേമ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയുടെ മാർഗനിർദ്ദേശത്തിനാലും നിയമവിദഗ്ധരായ
ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരുടെ നിയമസഹായത്താലും മറ്റു വനിതാ സംഘടനകളുടെ നിർദ്ദേശങ്ങളാലുമാണ് ബിൽ തയ്യാറാക്കിയത്. 1990 മുതൽ 95 വരെയുള്ള 5 വർഷക്കാലം സമ്മതം ലഭിക്കാതെ ഇരുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1995 ഓഗസ്റ്റ് 22-നാണ്. 1995 സെപ്റ്റംബർ 15-നാണ് നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 95 ഡിസംബർ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കെ 1996 മാർച്ച് 14-ന് ആദ്യ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. കേരള വനിതാ കമ്മീഷൻ നിയമം 1995-ലെ 17-ാം ആക്ടായി നിലവിൽ വന്ന കേരള വനിതാ കമ്മീഷൻ നിയമം കേരളത്തിലെ സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ബാധിക്കുന്ന നീതിരഹിതമായ നടപടികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുമായി ഒരു വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമമാണ്. കേരള വനിതാ കമ്മീഷൻ നിയമത്തിൽ 28 വകുപ്പുകളാണ് ഉള്ളത്. നിയമത്തിലെ 2-ാം വകുപ്പ് പ്രധാന നിർവചനങ്ങളെക്കുറിച്ചും 5-ാം വകുപ്പ് കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും 14-ാം വകുപ്പ് വനിതാ സംഘടനകളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ചാണ് നിയമത്തിലെ അവസാന വകുപ്പായ സെഷൻസ് 28 പ്രതിപാദിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം സർക്കാർ നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4-ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ടതും അവരിൽ ഒരാൾ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന ഒരു വനിത ആയിരിക്കുകയും വേണം. ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യങ്ങൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടത്ര അറിവും പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഒരു വനിത ആയിരിക്കണം. നിയമത്തിലെ 6-ാം വകുപ്പ് പ്രകാരം കമ്മീഷനിലെ ഓരോ അംഗവും 5 വർഷക്കാലത്തേക്ക് ഉദ്യോഗം വഹിക്കേണ്ടതാണ്. ഒരു അംഗത്തിന് സർക്കാരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തൻ്റെ കൈപ്പടയിലുള്ള കത്ത് മുഖേന ഏത് സമയവും ഉദ്യോഗം രാജിവയ്ക്കാവുന്നതാണ്. നിയമത്തിലെ 7-ാം വകുപ്പ് പ്രകാരം കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വോറം 4 ആണ്. കമ്മീഷൻ്റെ യോഗത്തിൽ ചെയർപേഴ്സണോ അവരുടെ അസാന്നിധ്യത്തിൽ ഹാജരായുള്ള അംഗങ്ങൾ ഈ ആവശ്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു അംഗമോ അധ്യക്ഷം വഹിക്കേണ്ടതാണ്. നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം കമ്മീഷന് അതിന് മുൻപാകെയുള്ള ഏതൊരു സംഗതിയുടെയും നടത്തിപ്പിൻ്റെ ആവശ്യത്തിനോ ഏതെങ്കിലും പ്രത്യേക വിഷയം സംബന്ധിച്ചോ കമ്മീഷനിലെ 2-ൽ കവിയാതെയുള്ള അംഗങ്ങളും കമ്മീഷൻ്റെ മുൻപാകെയുള്ള പ്രത്യേക വിഷയത്തിൽ 2-ൽ കവിയാതെയുള്ള വിദഗ്ധരും ഉൾക്കൊള്ളുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപിക്കാവുന്നതാണ്. കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് സെഷൻ 15-ലും കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് സെഷൻ 16-ലും പ്രതിപാദിക്കുന്നു. സെഷൻ 23 പ്രകാരം സർക്കാർ സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ പ്രധാന നയപര കാര്യങ്ങളെക്കുറിച്ചും കമ്മീഷനുമായി ആലോചിക്കേണ്ടതാണ്. ഇനി സംസ്ഥാന കമ്മീഷൻ്റെ അധികാരങ്ങൾ. നിയമത്തിലെ 15-ാം വകുപ്പാണ് കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് പ്രകാരം ഒരു വ്യവഹാരം വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അതേ അധികാരങ്ങൾ കമ്മീഷന് ഉണ്ടായിരിക്കുന്നതാണ്. ഏതൊരു സാക്ഷിയെയും സമൺ ചെയ്യുന്നതിനും അയാൾ ഹാജരാകുന്നത് നിർബന്ധിക്കുന്നതിനും അയാളെ വിസ്തരിക്കുന്നതിനും അധികാരമുണ്ട്. ഏതെങ്കിലും രേഖകൾ കണ്ടെടുക്കുന്നതിനും ഹാജരാകുന്നതിനും ആവശ്യപ്പെടുന്നതിന് അധികാരമുണ്ട്. സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുന്നതിനും സാക്ഷികളെ വിസ്തരിക്കുന്നതിനും കമ്മീഷൻ പുറപ്പെടുവിപ്പിക്കുന്നതിനും അധികാരമുണ്ട്. ഏതെങ്കിലും പബ്ലിക് ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പബ്ലിക് റെക്കോർഡുകളോ അവയുടെ പകർപ്പുകളോ കമ്മീഷന് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ വന്ന കുറച്ച് മാതൃകാ ചോദ്യങ്ങളും പരിചയപ്പെടാം. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. എന്നാൽ കേരള വനിതാ കമ്മീഷൻ്റെ വാർത്താപത്രികയുടെ പേര് എന്താണ്? സ്ത്രീശക്തി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്. ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1992 ജനുവരി 31-ന്.
കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരി സുഗതകുമാരി. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്ത്. 2 തവണ കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പദം അലങ്കരിച്ച ആദ്യ വ്യക്തി ആര്? ജസ്റ്റിസ് ഡി ശ്രീദേവി. ദേശീയ വനിതാ കമ്മീഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ മെമ്പർ ആരാണ്? നിർമ്മല വെങ്കടേഷ്. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കെ രഹത്കർ. നിലവിലെ ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നത് ആരാണ്? രേഖ ശർമ്മ. കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരം കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വോറം എത്രയാണ്? 4. ആര് മുഖ്യമന്ത്രിയായിരിക്കെയാണ് കേരളത്തിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? AK ആൻ്റണി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.